നമ്മുടെ കൂട്ടുകാർക്കുള്ള സർപ്രൈസ്. ഓക്കെ, അത് നോക്കിയാ അവൻ കളിയാക്കുന്നേ, അവൻ മനഃപൂർവ്വം കളിയാക്കണത്. ഓക്കെ, നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഒരുപാട് വിഷമമുള്ള എന്നാൽ ലൈഫിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായ ഒരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. നമ്മുടെ മക്കളെല്ലാവരും തന്നെ, ഇപ്പോൾ നിത്യതിയിലെ മക്കളെല്ലാവരും തന്നെ ഇപ്പോൾ 9 വർഷം നൃത്തം ചെയ്യുന്നു. ഇപ്പോൾ നല്ല അധ്യാപകരായി കൊണ്ടിരിക്കുന്നു. താഴെയുള്ള മക്കളെല്ലാം തന്നെ ഒരു 3 വർഷം 4 വർഷം ടൈമിങ്ങിനകത്തായവരാണ്. അവരെല്ലാം ഇനി റെഡിയായി വരികയാണ്. അപ്പോൾ ഈ ഒരു ജൈത്ര യാത്രയുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന ചില കണ്ടോ ഒരു സർപ്രൈസ്, നമ്മുടെ സർപ്രൈസ് എന്തൊരു ഹാപ്പി ആയിട്ടല്ലേ. നമ്മുടെ ദുഃഖങ്ങളും സന്തോഷവും നമ്മളിങ്ങനെ ആഘോഷിക്കാറുണ്ട് അല്ലേ. അത് നമ്മുടെ ഒരു ക്ഷേത്രത്തിലെ പ്രോഗ്രാം ബേസ് പോയപ്പോഴത്തേക്കും അവിടെ തടി കൊണ്ട് നിർമ്മിച്ച സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ അതിലൊരു പലക ഇങ്ങനെ ചെറുതായിട്ട് ഇളകിയിരുന്നു. പിന്നെ ഓൾറെഡി നമ്മുടെ ഇച്ചിരി കളരി കൂടുതലാണല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ജനമോള് തന്നെ കറക്റ്റ് ചെന്ന് കറക്റ്റ് ആ കുഴിയിൽ വീണു. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു വീഴാൻ സാധ്യതയുള്ള കുഴിയാണെന്ന്, അത് അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു കുഴപ്പമില്ല ചേച്ചി, പ്രശ്നമാണ്. ജന മാത്രം പറഞ്ഞോ ഒരു പ്രോബ്ലം ഇല്ലെന്ന്. എന്തായാലും കറക്റ്റ് ജന ചെന്ന് കുഴി വീണു. പക്ഷെ അവള് വളരെ കഷ്ടപ്പെട്ട് അല്ലേ ആ നൃത്തം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആൾക്കൊരു പൊട്ടലുണ്ട്. ഇപ്പൊ തന്നെ നോക്കിയേ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇങ്ങനെ റെസ്റ്റിലാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ജനയുടെ ശിവനെ, ഹനുമാനെ, മീനാക്ഷി ക്യാരക്ടർ അടിച്ചു മാറ്റി പഠിച്ചു വെച്ചേക്കാണ് അല്ലേ. 1-2 സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പൂർവാധികം ശക്തിയായിട്ട് ജന വരും. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നൃത്തമാണെങ്കിലും ശരി, ആയോധനപരമായ അല്ലെങ്കിൽ സ്പോർട്സിലും ഒക്കെ എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇത്തരം ശാരീരികമായി ഉണ്ടാകുന്ന ക്ഷതങ്ങളും ഒക്കെ അതിലുണ്ടാകുന്ന ഒരു വിഷമതകളും. അപ്പോൾ ഒരുപാട് നമ്മുടെ മക്കള്, അപ്പം ആദ്യം തന്നെ പറയാം, അതിൽ നിന്ന് വിജയശ്രീ ലാളിതയായിട്ട് ഇതുവരെ നിൽക്കുന്നത് മീനാക്ഷി കുട്ടിയാണ്. മീനാക്ഷിക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അടുത്ത ആഴ്ച ഓക്കെ, അല്പം സുഖം. അപ്പൊ മീനാക്ഷി മോക്ക് മാത്രം ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവർക്കും വന്ന ചെറിയ ചെറിയ അനുഭവങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം. ആദ്യം നമുക്ക് മീനാക്ഷിയോട് തന്നെ ചോദിക്കാം.